കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അടുക്കളയിൽ തന്നെ ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിച്ച് പച്ചക്കറി ചെടികളിലെ ഇലപ്പേന്, വെള്ളീച്ച, മുഞ്ഞ തുടങ്ങിയ കീടങ്ങളെ കൃഷിയിടത്തിൽ നിന്ന് തന്നെ അകറ്റാൻ പറ്റിയ ഒരു മികച്ച ജൈവ കീടനാശിനി തയ്യാറാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു കീടനാശിനി ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ളത് മുളക് ചെടികളിലും അതുപോലെ വഴുതിനയിലുമാണ്. ഇത് തയ്യാറാക്കാനായി നമുക്ക് പ്രധാനമായും വേണ്ടത് കഞ്ഞിവെള്ളമാണ്. ഒരു ദിവസം പഴക്കമുള്ള പുളിച്ച കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത്. കഞ്ഞിവെള്ളം നന്നായി തണുത്തിരിക്കുകയും വേണം. രണ്ടാമതായി ഇതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ്. ഇത് രണ്ടും നമ്മുടെയൊക്കെ വീട്ടിൽ എന്തായാലും ഉണ്ടാവാതിരിക്കില്ല. ഇത് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ഇതിൽ ചേർക്കുന്ന കഞ്ഞിവെള്ളവും ചെറുനാരങ്ങയും ഏത് വിധത്തിലാണ് കീടങ്ങളെ പ്രതിരോധിക്കുന്നത് എന്ന് നോക്കാം. കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് കഞ്ഞിവെള്ളം ഉണങ്ങുമ്പോൾ അതൊരു നേർത്ത പാട പോലെ ഇലകളിൽ ഒട്ടിപ്പിടിക്കുകയും ഇലപ്പേൻ, വെള്ളീച്ച തുടങ്ങിയ ചെറിയ ചെറിയ കീടങ്ങളുടെ ശ്വസനം നിന്നുപോവുകയും അതുമൂലം അവയുടെ ചലനം തടസ്സപ്പെടുകയും ചെയ്യും. കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഉപയോഗിക്കുമ്പോഴാണ് കീടങ്ങളെ നശിപ്പിക്കാനുള്ള ശക്തി കൂടുകയും ചെയ്യുന്നത്. ഇനി ഇതിൽ ചേർക്കുന്ന നാരങ്ങനീര് എങ്ങനെയാണ് കീടങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. മിക്ക ചെറു കീടങ്ങളുടെയും ശരീരത്തിന് പുറത്ത് ഒരു മെഴുക് പാളി ഉണ്ടാകും. നാരങ്ങ നീരിലെ സിട്രിക് ആസിഡ് ഈ മെഴുക് പാളിയെ അലിയിച്ച് കളയുന്നു. ഇതുമൂലം കീടങ്ങളുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടാനും അവ പെട്ടെന്ന് നശിക്കാനും കാരണമാകുന്നു. അതുപോലെ തന്നെ ചെടികളിൽ ബാധിക്കാറുള്ള ഫംഗസ് രോഗത്തെ പ്രതിരോധിക്കാൻ നാരങ്ങയിലെ അസിഡിറ്റി സഹായിക്കാറുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നാരങ്ങ നീര് ഇത്രയേറെ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും നാരങ്ങ നീര് നിങ്ങൾ ഒരിക്കലും നേരിട്ട് ചെടികളിൽ തെളിച്ചു കൊടുക്കരുത്. അത് ഇലകൾ കരിഞ്ഞു പോകാൻ കാരണമാകും. എപ്പോഴും നേർപ്പതിന് ശേഷം മാത്രം ഉപയോഗിക്കണം. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം കൂടി നോക്കാം. ആദ്യമായിട്ട് ഒരു പാത്രത്തിൽ ഏകദേശം 1 ലിറ്റർ അളവിൽ പുളിച്ച കഞ്ഞിവെള്ളം എടുക്കാം. ഒരു ദിവസമെങ്കിലും പഴക്കമുള്ള കഞ്ഞിവെള്ളമായിരിക്കണം. ഇനി രണ്ടാമതായിട്ട് ഇതിലേക്ക് ഒരു ഇടത്തരം വലിപ്പമുള്ള ചെറുനാരങ്ങയുടെ നീര് പൂർണ്ണമായും പിഴിഞ്ഞൊഴിക്കണം. നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുക്കുന്നതിന് പകരം നാരങ്ങയുടെ തൊലി കളയാതെ ചെറിയ കഷ്ണങ്ങളാക്കി കഞ്ഞിവെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചാൽ നീര് പിഴിഞ്ഞെടുക്കുന്നതിനേക്കാൾ ഗുണം കിട്ടും. ഇനി മിശ്രിതം നന്നായി ഇളക്കിയതിന് ശേഷം 12 മണിക്കൂർ അടച്ചു വെക്കുക. അടുത്ത ദിവസം ഈ ലായനി ഒന്ന് അരിച്ചെടുക്കണം. പഴയ ചായ അരിപ്പ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഒന്ന് അരിച്ചെടുത്താൽ മതി. അരിച്ചെടുക്കാതെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രേയറിൻ്റെ നോസിലൊക്കെ കേടുവന്നു പോകും. ഇനി ഇത് ഉപയോഗിക്കേണ്ടുന്ന രീതി കൂടി പറയാം. ഒരിക്കലും ഇത് നേരിട്ട് ചെടികൾ സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. നമ്മൾ 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിലാണ് തയ്യാറാക്കിയത്. 1 ലിറ്റർ ലായനിക്ക് 1 ലിറ്റർ വെള്ളം കൂടി ചേർത്താണ് നേർപ്പിക്കേണ്ടത്. ഇനി ഒരു സ്പ്രേയർ ഉപയോഗിച്ച് ചെടികളുടെ ഇലകളുടെ ഇരുവശങ്ങളിലും തണ്ടുകളിൽ നന്നായി തളിച്ചു കൊടുക്കുക. വൈകുന്നേര സമയത്ത് വെയിൽ ആറിയതിനു ശേഷം മാത്രം തെളിച്ചു കൊടുത്താൽ മതി. നാം തയ്യാറാക്കിയ ഈ കഞ്ഞിവെള്ളം നാരങ്ങ മിശ്രിതം വളരെ ഫലപ്രദമാണെന്ന് പല കർഷകരും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അല്പം വേപ്പെണ്ണ കൂടി ചേർത്താൽ ഇതിൻ്റെ ഗുണം വർദ്ധിക്കും. അപ്പോൾ നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിലെ കീടശല്യത്തിനെതിരെ ഇതേപോലെയുള്ള മിശ്രിതം ഒന്ന് തയ്യാറാക്കി ആഴ്ച തോറും സ്പ്രേ ചെയ്ത് കൊടുത്ത് നോക്കൂ. ചെടികളെല്ലാം കീടശല്യമൊന്നുമില്ലാതെ നല്ല പച്ചപ്പോടെ തഴച്ചു വളരുന്നത് കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതട്ടെ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.